ബിഗ് ബോസ് തമിഴ് സീസൺ 8 50ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂയിലേക്ക് പോകാം. അപ്പം ഇതുവരെ നമുക്ക് മികച്ചതെന്ന് പറയാൻ ഈ 50 ദിവസങ്ങളായിട്ടും ഒന്നും തന്നെ ഇല്ല. എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യമായിട്ട് സംഭവങ്ങളൊന്നും തന്നെ അങ്ങോട്ട് വരുന്നില്ല. എന്നാൽ പോലും 50ാമത്തെ ദിവസമായി. നമുക്കെല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് തന്നെ ബോയ്സ് വേഴ്സസ് ഗേൾസ് എന്ന ആ ഒരു തീം അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് എടുത്ത് മാറ്റി എല്ലാവരെയും ഒന്നിച്ചാക്കി ഇൻഡിവിജ്വൽ പ്ലെയേഴ്സാക്കി മാറ്റിയിരിക്കുകയാണ്. അങ്ങനത്തെ ആദ്യത്തെ ദിവസമാണ് ഇന്നലെ നടന്നത്. അപ്പം നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഇന്നലത്തെ ഒരു ദിവസത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ദിവസം എന്ന് തന്നെ പറയാം. നമ്മുടെ ദീപക് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു പുതിയ തുടക്കമല്ലെന്നുണ്ടെങ്കിൽ സീസൺ 8ൻ്റെ 2ാം ഹാഫിലെ ആദ്യ ആഴ്ചയിലെ 8ാമത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ദീപക് തന്നെയാണ്. അപ്പം ദീപകിൻ്റെ നേതൃത്വത്തിൽ മികച്ച ഒരു ദിവസം എന്ന് തന്നെ നമുക്ക് ഇന്നലെ പറയാൻ സാധിക്കും. അത്യാവശ്യം കണ്ടസ്റ്റൻസിനെ എല്ലാം ആക്റ്റീവാക്കി ഇരുത്താൻ ദീപകിന് സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ മുൻ മലയാളത്തിലാണെന്നുണ്ടെങ്കിലും ആദ്യ സീസണുകളിലൊക്കെ കണ്ടുവന്നതുപോലെ അല്ലെങ്കിൽ ഒരു തീം കൺസെപ്റ്റ് ഒക്കെ വരുന്നതിന് മുൻപ് 6ാമത്തെ സീസണിലാണ് ഒരു പവർ ഹൗസ് കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ തമിഴിൽ കഴിഞ്ഞ സീസൺ ഉണ്ടായിരുന്നു. ഈ സീസണിൽ ബോയ്സ് വേഴ്സസ് ഗെയിം ആ ഒരു തീമൊന്നും ഇല്ലാതെ വന്നതിന് ശേഷം എല്ലാവരും സിംഗിളായിട്ട് വന്നു കഴിയുമ്പം കിച്ചണ്, വെസല്, ടോയ്ലറ്റ് ഇതിനൊക്കെ സെപ്പറേറ്റ് ഒരു ടീമിനെ സെപ്പറേറ്റ് ചെയ്യുകയും അതിൻ്റെ ഡ്യൂട്ടികൾ ഓരോരുത്തർക്ക് ഏൽപ്പിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തു വരുന്ന ഒരു ഫോർമാറ്റിലേക്കാണ് ഇന്നലത്തെ ഒരു ദിവസം വന്നത്. വലിയ കുഴപ്പമില്ലാതെ പോയി. എത്ര സീസണുകൾ കണ്ട് എന്ന് പറഞ്ഞു വരുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് പോലും അവർക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയയും കാര്യങ്ങളും ഒന്നും ഇല്ല. ഈ സീസണിൽ എങ്ങനെ ഗെയിം കളിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കണം. എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ 6 സീസണുകൾ 7 സീസണുകൾ വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സീസണിലേക്ക് വരുന്നത്. വളരെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ്, എല്ലാ സീസണുകളും കണ്ടതിന് ശേഷമാണ് ബിഗ് ബോസിൽ വരുന്നത്. എന്നിട്ടും എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ബിഗ് ബോസ് പ്രോപ്പറായിട്ട് കണ്ടിട്ട് വരുന്നതാണ്. പല കാര്യങ്ങളും അവർക്ക് തന്നെ അറിയത്തില്ല ഇത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നൊക്കെ. അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഇന്നലത്തെ ആ ഒരു ദിവസം തുടങ്ങിയത് എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 8ൻ്റെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയത് തന്നെ ഒരു മികച്ച രീതിയിൽ തന്നെ നമ്മുടെ ദീപകിൻ്റെ ക്യാപ്റ്റൻസിയിൽ തുടങ്ങി. അതുപോലെ തന്നെ ഇന്നലെ നോമിനേഷൻസ് ഉണ്ടായിരുന്നു. 10 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നിരിക്കുന്ന. നോമിനേഷൻ ലിസ്റ്റും കാര്യങ്ങളും ഇന്നലെ തന്നെ നമ്മൾ ഇട്ടു. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. പിന്നെ ദീപകിൻ്റെ നേതൃത്വത്തിൽ ഹൗസ് മൊത്തത്തിലൊന്ന് ആക്റ്റീവാക്കാൻ ഓരോ കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് കുറച്ച് ഗെയിംസുകളും ടാസ്കുകളും എല്ലാവരെയും ഗ്രൂപ്പായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം അതിന് ഗ്രൂപ്പ് ആക്കി കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസിനെ കുറിച്ച് ബിഗ് ബോസിൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു. അതുപോലെ ക്യാപ്റ്റനായ ദീപകിന് എന്തെങ്കിലും കംപ്ലൈൻറ്റുകളും കാര്യങ്ങളും ദീപകിനെതിരെ കണ്ടസ്റ്റൻസിന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പൂച്ചെടിയും 5 റോസസ് അടങ്ങുന്ന ഒരു പൂച്ചെടി കൊടുക്കുന്നു. അത് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ 5ഉം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻസി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നടന്നത്. അതുപോലെ തന്നെ റാണവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ നടന്നു. അതല്ലാതെ പ്രത്യേകിച്ചൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഒന്നും തന്നെ ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നത്തെ ദിവസത്തിൽ നമ്മുടെ ഡോൾ ടാസ്ക് വരുന്നുണ്ട്. അതായത് നമ്മുടെ പാവ ടാസ്ക് നമ്മുടെ മലയാളം ബിഗ് ബോസുകളിലൊക്കെ പലയിടത്തും കണ്ടിട്ടുണ്ട്. നമ്മൾ പുറത്ത് കുറച്ച് പാവേനെ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കൂടയ്ക്കകത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് അതിനകത്ത് ബസറടിക്കുമ്പോൾ എടുത്തുകൊണ്ട് വന്ന് നമ്മളൊരു ഹൗസിനുള്ളിൽ ഓരോ ഷെൽഫ് വെച്ചിട്ടുണ്ടാകും. അതിനകത്ത് എടുത്ത് വെക്കുക. അപ്പം വെക്കാത്തവർ ഔട്ടാകും. ആ ഒരു രീതിയിൽ. അപ്പം ഇവരിതൊന്നും കണ്ടിട്ടില്ല എന്നാണ് പ്രമോ കണ്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും ആ ഒരു ഗെയിം എന്താണെന്നും ഗെയിം എങ്ങനെ കളിക്കണമെന്നും മനസ്സിലായിട്ടില്ല. എല്ലാവരും ബിഗ് ബോസ് സീസണുകൾ കണ്ടിട്ട് വന്നത് ആണെന്നൊക്കെ പറയുന്നതല്ലാതെ ആർക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം അതെങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഇന്നലത്തെ ദിവസം എന്ന് പറയുന്നത് ഇതിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നടന്നുള്ളൂ. അതുപോലെ തന്നെ ഷോപ്പിംഗ് ടാസ്ക് പ്രൊവിഷനൊക്കെ ആദ്യം എല്ലാ കണ്ടസ്റ്റൻസും കൂടെ ഒന്നിച്ചായിട്ട് ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ട് ഒന്നിച്ച് നിന്ന് കഴിഞ്ഞ ശേഷമുള്ള ആദ്യ പ്രൊവിഷൻ അല്ലെങ്കിൽ ഷോപ്പിംഗ് ടാസ്ക്കാണ് നടന്നത്. അതൊരു എന്താ പറയുന്നത്, എല്ലാ കണ്ടസ്റ്റൻസും ഒരു ബുൾസൈ ഉണ്ടാക്കുക എന്നതാണ്, പൊട്ടിപ്പോകാതെ ഒരു ബുൾസൈ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ നമ്മുടെ 18 കണ്ടസ്റ്റൻസിൽ 17 പേരും മികച്ച രീതിയിൽ തന്നെ ഉണ്ടാക്കുകയും സൗന്ദര്യത്തെ പൊട്ടിപ്പോവുകയും ചെയ്തതുകൊണ്ട് തന്നെ 8,500 രൂപ കിട്ടുകയും 8,500 രൂപയ്ക്ക് പ്രോപ്പറായിട്ട് 8,250 രൂപയ്ക്ക് എന്തോ പ്രോപ്പറായിട്ട് ഷോപ്പിംഗ് ചെയ്യുകയും അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരാഴ്ചത്തേക്ക് വേണ്ട കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ നൈറ്റ് ഒരു അവസാന നിമിഷത്തേക്ക് ഇതിലേക്ക് മഞ്ജരിയും മുത്തുകുമാരനൊക്കെ വെറുതെ അനാവശ്യമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വരുന്നു. സാച്ചന ഇവരുമായിട്ട് കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും. മുത്തുവിൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് തന്നെ കുറച്ച് മോശം രീതിയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മുത്തുവിൻ്റെ ഗെയിമിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സാച്ചനയുടെയും മഞ്ജരിയുടെയും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഇവരുടെക്ക് വേണ്ടിയുള്ള ഒരു ഗാർഡിയൻ എന്ന നിലയിലേക്ക് മുത്തു വരുന്നുണ്ട്. മുത്തു പറയുന്നതെല്ലാം ശരിയാണ്. മുത്തു കുറച്ച് ഓവർ റോളിലേക്ക് കടന്നു കയറുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു. ഇപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിമും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചു തുടങ്ങുന്നു. ഇന്നലെ വൈകുന്നേരത്തെ ആ ഒരു ഡിന്നർ
ഡിന്നറിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഫുഡ് എല്ലാവർക്കും കൊടുക്കുമ്പോൾ റേഷൻ അനുസരിച്ചുള്ള ഫുഡ് അരുൺ കൊടുക്കുകയും അതിനകത്ത് കുറച്ച് കറി കൂടിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് അരുണോട് അത് പറയുന്നു. അരുൺ അത് ഒരു കംപ്ലൈൻ്റ് ആക്കി എടുക്കണമെന്നൊക്കെയുള്ള ഒരു സാധാരണ ചോദ്യത്തിന് മുകളിൽ മഞ്ചരി അതൊരു വലിയ ഇഷ്യൂവിലേക്ക് കടന്നു കയറുന്നു. അതിനു വേണ്ടി സംസാരിക്കാൻ മുത്തുകുമാർ വരുന്നു. മുത്തുകുമാറിനോട് അത് എന്തിനാണ് ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ നീ വരുന്നത് എന്ന് നമ്മുടെ അരുൺ ചോദിക്കുകയും അതൊരു വലിയൊരു ക്ലാഷിലേക്കും പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്നലത്തെ സീനിൽ കണ്ടത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനിയും നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും അനാവശ്യമായൊരു ടോക്കാണ്. അന്നേരം അവിടെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചോദിക്കേണ്ട കാര്യമില്ല. പിന്നീട് എപ്പോഴെങ്കിലും അതൊരു സജഷനായിട്ട് പോയി പറഞ്ഞാലും മതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവർ കണ്ടിന്യൂസ്ലി നമ്മുടെ അരുണെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് അങ്ങനെ തോന്നാനുള്ള സാഹചര്യം. ഇവരൊരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് മഞ്ചരിയും നടന്നുകൊണ്ടിരിക്കുന്നത്. മുത്തുകുമാറും ഇതുപോലെ തന്നെ മഞ്ചരിക്കും സാജനിക്കും സപ്പോർട്ട് ചെയ്യുന്നു. ഒരു കണ്ടന്റിന് വേണ്ടി വഴക്കുണ്ടാക്കാൻ നടക്കുന്നു. അരുണുമായിട്ട് നല്ല ടേംസിലും അല്ല. അപ്പോൾ എന്ത് അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അത് കുത്താൻ വേണ്ടി നടക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നവർക്ക് കൂടുതലും തോന്നുന്നത്. മുത്തുകുമാർ ശരിക്കും സ്വന്തം ഒരു ഗെയിമും നല്ലൊരു സപ്പോർട്ടും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനാണോ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കും തോന്നുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് അതൊരു ഇറിറ്റേറ്റഡായി. ഓൾറെഡി മുത്തുകുമാറിൻ്റെ സംസാരം ഒരു ഇറിറ്റേറ്റഡ് ലെവലിലേക്ക് വരുന്നുണ്ട്. എന്നാൽ മികച്ച ഗെയിമർ എന്ന നിലയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഗെയിമിലേയും തകർത്തുകൊണ്ട് അനാവശ്യ സംസാരങ്ങളിലെല്ലാം പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടി വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്താണെങ്കിലും നമുക്ക് നോക്കാം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ മുത്തുകുമാർ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ പ്രേക്ഷകരൊക്കെ കാണുന്നവർ പറയുക നിങ്ങൾ ആർക്കാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ മുത്തുകുമാറിൻ്റെയും അരുണിൻ്റെയും മഞ്ചരിയുടെയും ഇന്നലത്തെ പെർഫോമൻസുകളും ഈ ഒരു വഴക്കുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും അതുപോലെ തന്നെ ആരുടെ സൈഡിലാണ് കറക്റ്റും മഞ്ചരിയാണെന്നുണ്ടെങ്കിൽ മുത്തുകുമാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നലെ ഈ ഒരു പ്രശ്നത്തോടു കൂടിയും അല്ലെങ്കിൽ ആ ഒരു സംസാരം ദീപക്കുമായിട്ട് സംസാരിച്ചൊരു പരിധിവരെ അവർ ആ ഒരു സംസാരത്തിന് സോർട്ട് ഔട്ട് ചെയ്യുകയും എന്നാൽ ഇന്നത് വീണ്ടും ഓപ്പൺ ചെയ്ത ഒരു പ്രശ്നങ്ങളിലേക്ക് ആക്കാനൊക്കെയുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടുവരുന്നത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം ഇതൊക്കെയാണ് ബിഗ് ബോസ് തമിഴ് സീസൺ 8ൻ്റെ 50ാമത്തെ ദിവസത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഒരു എൻ്റർടൈനിങ് രീതിയിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനിയെങ്കിലും വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയതായിട്ട് അപ്ഡേറ്റുകളൊന്നുമില്ല. ഒരു റീ എൻട്രി ആയി അർണവ് വരുന്നു എന്നൊക്കെ കേട്ടിരുന്നെങ്കിലും അത് താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തോ മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തോ എന്നതിനെപ്പറ്റി ഇപ്പോൾ ഒരു അറിവുമില്ല. ഈ ഒരു തീമൊക്കെ മാറ്റി എല്ലാവരെയും ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആക്കിയതിന് ശേഷം അത് ചിലപ്പോൾ എടുത്ത് കളഞ്ഞിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ടാസ്കുകൾ കണ്ടസ്റ്റൻസിനെയൊക്കെ മികച്ച രീതിയിൽ തന്നെ കൊണ്ടുപോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.